മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം പലിശ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. അതായത് പലരും തലപുകഞ്ഞ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബാങ്ക് ഇൻട്രസ്റ്റ് മേടിക്കാമോ, അല്ലെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റേ മേടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് പ്രൈവറ്റ് ഇടപാട്. ഇവിടുത്തെ സർക്കാർ പോലും ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞിട്ട്, അതായത് പലിശക്ക് കൊടുക്കുകയോ വാങ്ങുകയോ ബാങ്കിൽ റെഗുലേഷൻ അല്ലാതെ ആർക്കും കൊടുക്കാനോ മേടിക്കാനോ അധികാരമില്ല. മകള് വിദേശത്ത് ജോലിയെടുത്ത് ഉണ്ടാക്കിയ പൈസ മുഴുവൻ കെട്ടിച്ചുവിട്ട മകള് അമ്മയുടെ പേരിൽ സൂക്ഷിക്കാൻ അയച്ചു കൊടുത്തിരുന്നു. എന്നാൽ അധിക ലാഭം കൊതിമൂത്ത അമ്മ ഇതാരും അറിയാതെ ബ്ലേഡ് പലിശക്ക് കൊടുത്തു. അപ്പം മകൾക്ക് പലിശ, അല്ലെങ്കിൽ മകൾക്ക് പണം അധികം ഉണ്ടാകട്ടെ എന്ന് ഓർത്തിട്ട്, അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണെന്നും പറഞ്ഞ. പക്ഷേ കുറുക്ക് വഴി പോയി കുരുക്കിലായി 17 ലക്ഷം രൂപ അവൾ കഷ്ടപ്പെട്ട് തുപ്പൽ കുടിച്ചുണ്ടാക്കിയ കാശാണെന്നും പറഞ്ഞിട്ട് ഈ അപ്പനും അമ്മയും കൂടെ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ചത്തുകളയും, അവൾ ഈ കാശ് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവൾ നാട്ടിൽ വരുമ്പോൾ ഇത് അന്വേഷിച്ചാൽ ഞങ്ങൾ എങ്ങനെ കൊടുക്കും എന്ന്. എന്തേ ഇതൊന്നും അറിയാത്തവരാണോ? നല്ല പ്രായവും അറിവും പഠിപ്പുമുള്ളവരാണ് ഇങ്ങനെയുള്ള പല കുരുക്കുകളിലും പെടുന്നത്. അനുഭവിക്കട്ടെ എന്നല്ല പറയുന്നത്, എല്ലാം അറിഞ്ഞാലും നമുക്കിത് സംഭവിക്കില്ല എന്ന് ഒരൊറ്റ പൈസ കിട്ടിയില്ല. അതുപോലെ തന്നെ കടങ്ങളെല്ലാം ഒതുക്കി അല്പം സാമ്പത്തികം മെച്ചം വെച്ച് തൻ്റെ ജീവിത ചെലവിനും ബിസിനസ്സിലും ക്രമീകരണങ്ങൾ നടത്താൻ വേണ്ടി ആയ കാലത്ത്, സമ്പത്ത് കാലത്ത് ജോലിയിൽ നേടിയ പ്രകാരമുള്ള വസ്തു വിൽപ്പന നടത്തിയിട്ട് പിന്നെ ആരോടും ചോദിച്ചില്ല, പറഞ്ഞില്ല, സ്വന്തം നിലക്ക് അമിത ലാഭവും പലിശയും പ്രതീക്ഷിച്ച് തനിക്കറിയോ മുൻ പരിചയമോ അറിവോ ഇല്ലാത്ത ഒരു സ്ത്രീക്ക് ആ പൈസ കൊടുത്തു. മാസം നല്ലൊരു തുക ലാഭവും പലിശയെന്നും പറഞ്ഞ് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യനെ ബോഷനാക്കി. കാരണം പലിശക്ക് കൊടുക്കാൻ പാടില്ല, ഭീഷണിപ്പെടുത്താൻ പാടില്ല. നല്ലവണ്ണം അറിയാമായിരുന്ന 1, 2, 3 തവണ കഷ്ടി കൊടുത്തു. ഇതാ വെള്ളത്തിൽ വരച്ച വര പോലെ അവസാനം ഉറക്കമില്ല, സ്വസ്ഥതയില്ല. അപ്പോൾ വസ്തു വിൽക്കുന്നതിന് മുമ്പൊക്കെ പ്രാർത്ഥിപ്പിക്കാനും എല്ലാം ആലോചിക്കാനും എല്ലാം വന്നു. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, നമ്മുടെ പൈസ നമുക്കിഷ്ടമുള്ള പോലെ ആർക്കും ഒന്നും കൊടുക്കണ്ട, കൂടെയുള്ള ജീവിത പങ്കാളിയോട് പോലും അറിയിക്കാതെ അധിക ലാഭം ആർത്തിമൂത്ത അയ്യോ എന്ന് പറയുന്നത് പോലെ ഇതുപോലെ കെണികളിൽ പെടുന്നവരുണ്ട്. ഇന്നും തിരിച്ച് കിട്ടിയിട്ടില്ല. മായാസ്വപ്നം പോലെ ദിവാസ്വപ്നം കണ്ട് നടക്കുന്നവർ. അതുകൊണ്ട് ഈ വക പരിപാടിക്ക് പോകരുതെന്ന് വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. സങ്കീർത്തനം 15-ാം അധ്യായം 1-5 വാക്യം, 1-5 വാക്യം. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. എന്തിന്? കടത്തിന് പലിശ, നിർദോഷനെതിരെ കൈക്കൂലി. ഇതാ കൈക്കൂലിക്കാരൻ തഴച്ചു വളരുന്നത് കണ്ട് പലരും ഞെട്ടിത്തിരിക്കും. പക്ഷേ അവസാനം കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിട്ടതുപോലെ പാറി പറന്നു പോകുന്ന എത്രയോ സംഭവങ്ങൾ അറിയാം. ഞാനോർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പനുണ്ടായിരുന്നപ്പോൾ ശനിയാഴ്ച ദിവസം, ശുശ്രൂഷയുള്ള ദിവസം, മാതാവിന് എല്ലാവരും വരുന്നതിന് മുമ്പേ വലിയൊരു മാലയും കൊണ്ട് വരുമായിരുന്നു. പക്ഷേ അപ്പം പിന്നീട് മനസ്സിലാക്കി, ഇയാളൊരു ജോലിയൊക്കെ ചെയ്ത് ബിസിനസ്സൊക്കെ, ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. പിന്നെ ബിസിനസ്സൊക്കെ ആയി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, മധ്യസ്ഥം കൊണ്ടാണ്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വമ്പ് പറയും. എല്ലാ ആഴ്ചയും മാല ഇങ്ങനെ വലുതായി മാതാവിന് വലിയ മാല കൊണ്ടുവന്നിടും. അപ്പോൾ അപ്പനൊരു ദിവസം ഇയാളുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഈ ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ ഒന്നും കിട്ടൂലെന്നും പറഞ്ഞിട്ട് ഇയാൾ പിന്നെ കച്ചവടക്കാർക്ക്, ഇറച്ചിക്കടക്കാർക്കും മീൻ കച്ചവടക്കാർക്കും ഒക്കെ കൊടുത്തിട്ട് ഡെയിലി പലിശ, വട്ടിപ്പലിശ പിരിക്കുന്ന പരിപാടിയിൽ തുടങ്ങി. ഒരു വശത്ത് പ്രാർത്ഥനയും, പണ്ടൊരു SI പറഞ്ഞ പോലെ, ഒരു വശത്തൂടെ പ്രാർത്ഥന, വേറെ വശത്തൂടെ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ജീവിതം. പുറമേ നോക്കുമ്പോൾ ഭയങ്കര തിളക്കമായിട്ട് തോന്നും, മറ്റേ വശത്ത് കടിച്ചു കീറുന്ന അവസ്ഥ, ഒരാത്മീയത ഇല്ല. പക്ഷേ ഈ പരിപാടി നിർത്തിയില്ല എങ്കിൽ
അവസാനിപ്പിച്ചില്ലെങ്കിൽ നീ ഇവിടെ മാതാവിന് മാലയൊന്നും കൊണ്ടുവന്ന് ഇടണ്ട. ചിലരൊക്കെ പറയും ആ പുണ്യാളന് വിളക്കിലൊഴിക്കാൻ എണ്ണ കൊടുത്തേക്കാം, അല്ലെങ്കിൽ പോക്കാൻ കുന്തിരിക്കം കൊടുക്കാം, ആൽത്താരയിൽ വിരി മേടിച്ചു കൊടുക്കാം, ആൽത്താര വെക്കാൻ പൂ മേടിക്കാം. അത് മറ്റുള്ളവരെ കഴുത്തറുത്ത് കൊന്നിട്ടാകരുത്. അത് അവിടെ നിന്ന് നിനക്കെതിരെ ദൈവസന്നിധിയിൽ വിളിച്ച് കരയുമെന്ന് ഓർക്കുക. അപ്പോൾ ഇപ്രകാരമുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് പലരും പറയും എന്ത് ചെയ്തിട്ട് ഉയർച്ചയില്ല, പലിശ, അതുപോലെ കൈക്കൂലി. ഞാൻ ഓർക്കുകയാണ് ഒരു സ്ത്രീ വന്നത്, അവർ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോൾ കുടുംബം നോക്കേണ്ട നല്ല തട്ടിമാടൻ 6 അടി ആളെ സുന്ദരൻ ഇളവൻ, അവന് മാനസികമായ ചില അസ്വസ്ഥതകൾ തുടങ്ങി അമ്മയെ അടിച്ചു പുറത്താക്കി പോലീസിൻ്റെ സഹായത്തോടെ ചികിത്സ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇവർ പറഞ്ഞ ഇതാണ്, ഞാൻ ചോദിച്ചു ആരോ വല്ലോ ചെയ്താണോ, പക്ഷേ ഞാൻ ചോദിച്ചു നിങ്ങൾ കൈക്കൂലി വാങ്ങാറുണ്ടായിരുന്നു? അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നും മേടിച്ചിട്ടില്ല, എന്തെങ്കിലും ടിപ്പ് എല്ലാ ദിവസവും കിട്ടിയാൽ. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണെന്ന് ഓർക്കണം, അവർക്ക് ടിപ്പൊന്നും മേടിക്കാൻ പാടില്ല. പക്ഷേ അത് അന്ന് തന്നെ ഞാൻ ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങൾ കയ്യിലെ കാണിച്ച മോതിരം കാണിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെയാണ് ഉണ്ടാക്കിയത്, ഞാൻ കാശായിട്ടൊന്നും സൂക്ഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ രണ്ടും കണക്കാണ്. ഇന്ന് കുടുംബത്തിൽ ജോലി കഴിഞ്ഞ് വിശ്രമിക്കേണ്ട കാലമായപ്പോൾ സ്വന്തം കുടുംബത്തിൽ കിടക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ മൂത്ത മോൻ എവിടെയാണ്? അവൻ വീട് വിട്ട് അവൻ്റെ ഭാര്യനെ മക്കളെയും കൊണ്ട് അവരുടെ വഴിക്ക് പോയി. ഇതാ എല്ലാം ഊതിപ്പറത്തി പോകുന്ന പോലത്തെ അവസ്ഥ. മരുന്നുകൾ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള, കാരണം അവൻ ആര് പിടിച്ചാലും ഒതുങ്ങൂല, ആരും അനുസരിക്കൂല. അപ്പോൾ പോലീസിൻ്റെ സഹായം തേടിയെങ്കിലും എപ്പോഴും പോലീസിന് വന്ന് കാവലിരിക്കാൻ പറ്റും. അപ്പനെ അമ്മനെയും കണ്ണിന് കണ്ടുകൂടാ. ഇറിറ്റേഡായ സമയത്ത് വാടകയ്ക്കൊക്കെ പോകേണ്ടി വന്ന് താമസിക്കേണ്ട അവസ്ഥ. ഇനി അവനെ ശരിയാക്കി എടുക്കണ്ടേ? അപ്പോൾ കൈക്കൂലി, കൊള്ളപ്പലിശ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതാവിന് മാലയിട്ട വ്യക്തി കുടുംബമൊക്കെ അടിവേര് പറിച്ചെന്ന് പറഞ്ഞതുപോലെ വിധിക്കുകയല്ല, നേരിട്ടറിയാവുന്ന അനുഭവമാണ്. കാരണം പലരുടെയും പ്രാക്കും കണ്ണുനീര് കുത്തിപ്പറിച്ചാണ് പണത്തിന് ആർത്തിമൂത്ത് എല്ലാം ഇങ്ങനെ വേഗത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇതുപോലെ ഇനിയും ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെ അവസാനം നാട് വിട്ട് ഒളിച്ചോടി പോകേണ്ട തരത്തിലുള്ള ചില തകർച്ചകൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാം സേഫാണ്. ഞാനുണ്ടാക്കിയതല്ല. ഞാനിതുപോലെ ഒരു ശുശ്രൂഷ വചന പ്രഘോഷണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു എൻ്റെ അമ്മായിയപ്പനെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞ ആൾക്കാർ പറഞ്ഞറിയാം. പക്ഷേ എനിക്ക് ആ കുടുംബത്തിൽ ഭയങ്കര അനർത്ഥങ്ങളാണ്. ഞാനിങ്ങനെ പ്രാർത്ഥനയായിട്ട്, അപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടോ? ഞാൻ ചോദിച്ചു നിങ്ങളതിൽ നിങ്ങൾക്ക് സ്ത്രീധനമായിട്ട് ഭാര്യയുടെ ഓഹരി ആയിട്ടൊക്കെ, സ്ത്രീധനം എന്ന് പറയാൻ പാടില്ല, നല്ലോണം തന്നിട്ടുണ്ട്, പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്യണം. അല്ലെങ്കിൽ അവിടെ കിടന്ന് അത് കറങ്ങിയടിക്കും. നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, അറിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ നിരപരാധികളുടെ കണ്ണുനീര് നിങ്ങളുടെ കുടുംബത്ത് വീണുകിടപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ വിഷമത്തോടെ പോയത് ഓർക്കുകയാണ്. അതുകൊണ്ട് ആരാണ് ദൈവത്തിൻ്റെ കൂടാരത്തിൽ വിശുദ്ധഗിരിയിൽ വാസമർപ്പിക്കുക അനുഗ്രഹം ലഭിച്ച ജനത പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. സങ്കീർത്തനം 15:5 വീണ്ടും വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. സുഭാഷിതം 28:8 പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയയുള്ളവൻ്റെ കയ്യിൽ വന്ന് ചേരും. അത് എത്തേണ്ടടുത്ത് തന്നെ എത്തിച്ചേരും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടാകാം, പക്ഷേ ഏതെങ്കിലും അനീതി അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ കള്ളൊപ്പിട്ടോ നോട്ടിൻ്റെ വലിയ പാക്കറ്റ് കാണിച്ചിട്ട് ഒപ്പിടിച്ച സംഭവമൊക്കെ അറിയാം. ഇപ്പം പ്രാന്തനെ പോലെ ആ വീട്ടിൽ ഒറ്റക്ക് കഴിയുന്ന വലിയ 10 നോട്ടിൻ്റെ കെട്ട് പെട്രോൾ പമ്പിൽ കൊണ്ടുപോയി ചില്ലറയാക്കി 10 നോട്ടിൻ്റെ കെട്ടാക്കി കൊടുത്തിട്ട് ഒപ്പിടിച്ചിട്ട് ഒരുപാട് രൂപയാണെന്ന് ധരിപ്പിച്ച് കൊടുത്തു. വീട്ടിൽ പോയിട്ട് എണ്ണി നോക്കിയാൽ മതി. വീട്ടിൽ ചെന്ന് എണ്ണിയൊക്കെ നോക്കി വലിയ കെട്ടാണ്. പക്ഷേ 10 നോട്ടിൻ്റെ 100-നും 200-നും 500-നും 2000-ൻ്റെ നോട്ടിന് പകരം 10 നോട്ടിൻ്റെ കെട്ട് കൊടുത്ത് ഭ്രമിപ്പിച്ച് സഹോദരങ്ങളെ വഞ്ചിച്ചു. അവർ കേസിനൊന്നും പോയില്ല. അവരുടെ കണ്ണുനീര് വീണു. പലരോട് ഈ സങ്കടങ്ങൾ പറഞ്ഞു, ക്ഷമിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ആ കുടുംബത്ത് കിടക്കാൻ ആളില്ല. കഴിഞ്ഞ ഈ അടുത്ത നാളിൽ ആ വ്യക്തിയെ നേരിട്ട് കണ്ടപ്പോൾ, കാരണം പൈസയല്ലേ കൊടുത്താൽ പോകും, പറ്റിച്ചത് തിരിച്ചു കൊടുക്കുമോ? തിരിച്ചു കൊടുക്കത്തില്ല.
കൊടുക്കില്ല, വേണമെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ കൊണ്ടുപോയി ചെറിയ നേർച്ച ഇട്ട് അവസാനിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് ആരുടെ കണ്ണുനീര് വീഴ്ത്തിയോ എത്തേണ്ടിടത്ത് എത്തിച്ചേരണം. പ്രത്യേകിച്ച് കുടുംബ സ്വത്തൊക്കെ സത്യമുള്ളതാണ് വീതിക്കുമ്പോൾ. അതുപോലെ ചിലർ പിടിച്ചു പറിച്ച് മേടിക്കുന്നവരുണ്ട്. കഷ്ടപ്പെട്ട് പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ച് വിട്ടിട്ട് വീണ്ടും അന്നൊന്നും കുഴപ്പമില്ല, അവർ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ ഭൂമിക്കൊക്കെ വില കൂടി കഴിഞ്ഞപ്പോൾ ആർത്തി മൂത്ത് കേസിന് നടക്കുന്നവരും കേസ് കൊടുത്തവരും കുടുംബത്ത് കയറാത്തവരും ഒക്കെ ഉണ്ട്. ഇതൊക്കെ വലിയ ശാപമാണ്. നല്ല മനസ്സോടെ കിട്ടുന്നത് മേടിക്കുക എന്ന് പറഞ്ഞ് അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കരുത്. മാതാപിതാക്കളുടെ എല്ലാ മക്കൾക്കും ഇന്ന് തുല്യ അവകാശമാണ് ഇവിടുത്തെ നിയമം അനുശാസിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. ആണിനും പെണ്ണിനും, പ്രത്യേകിച്ച് ക്രിസ്തീയ പിന്തുടർച്ച അവകാശമൊക്കെ ഓർക്കുക. അതുകൊണ്ട് മനുഷ്യരെ പറ്റിക്കാൻ പറ്റും, ദൈവത്തെ പറ്റിക്കാനായിട്ട് പറ്റത്തില്ല. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസാന്മാർഗികൾ, വിഗ്രഹാരാധകർ, വ്യഭിചാരികൾ, സ്വവർഗഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പരദൂഷകർ, കവർച്ചക്കാർ, പലിശ, കൈക്കൂലി, അതിർത്തി തർക്കം, തൂക്കം തട്ടിപ്പ്, ഇതൊക്കെ കവർച്ചയിൽ പെടുന്ന കാര്യമാണ്. ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കിടന്നാൽ ഉറക്കവും കിട്ടത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല. ഇതാ കൂട്ടിവെക്കുന്നത് നോക്കി നിൽക്കുക, ഊതിപ്പറത്തിപ്പോകും. അതിനുവേണ്ടി മറ്റവകാശികൾ തമ്മിൽ കടിപിടിക്കുന്ന അവസ്ഥ. വിധവയുടെ കണ്ണുനീർ നമ്മുടെ കുടുംബങ്ങളിൽ വീണിട്ടുണ്ടോ? ഞാനവർക്ക് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാമെന്ന് ഒരു കുടുംബത്തിലെ ക്യാൻസർ മാറുന്നില്ല, മാറി ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അടുത്ത ആൾക്ക്, പ്രായം കുറഞ്ഞവർക്ക് വരെ ക്യാൻസർ വരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച് ഇന്ന പോലെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞ ഇതാണ്, ആ കുടുംബത്തിൽ ഒരു സഹോദരൻ്റെ ഭാര്യയുടെ കണ്ണുനീര്. അതായത് ആ സഹോദരൻ മരിച്ചുപോയി, അയാളുടെ വിധവയായ ഭാര്യക്കെതിരെ അപവാദങ്ങൾ, അതുപോലെ ഓഹരികൾ കൊടുക്കാതെ. പക്ഷേ ഞാൻ അവരെങ്ങനെയാണ്, അവർ എല്ലാവരേക്കാൾ ടോപ്പായിപ്പോയി, അവരും അവരുടെ മക്കളും, ഭർത്താവ് മരിച്ചുപോയ ആ സ്ത്രീ. അപ്പോൾ പരദൂഷണം, ഏഷണികൾ, കള്ളക്കഥകൾ, അപവാദങ്ങളൊക്കെ ഉണ്ടാക്കി ഇന്ന് ഈ കുടുംബത്തിൽ നിന്ന് ക്യാൻസർ ഒഴിയുന്നില്ല. ഇതുപോലെ ഒത്തിരി കേസുകളൊക്കെ വരുന്നുണ്ട്. സുഭാഷിതം 15:27 പറയുന്നുണ്ട്, നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു, കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും. എനിക്കൊരാളിങ്ങനെ എൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ സഹായിക്കാനെന്നും പറഞ്ഞ് മകൻ കൊടുത്താണെന്നും പറഞ്ഞ് പിന്നെ ഭക്ഷണം കൊടുക്കാൻ, തെരുവിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, അതിനുവേണ്ടി സഹായിക്കാൻ വേണ്ടി കൊണ്ടുവരും. വിശപ്പിൻ്റെ വിളിയിൽ കൊണ്ടുവരാൻ തുടങ്ങി. ഇങ്ങനെ കൂടുതൽ കൊണ്ടുവരാം. അപ്പം ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ മകനൊരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. ചോദിച്ചു വന്നപ്പോൾ പറഞ്ഞു, കൈക്കൂലി മേടിക്കൂല, പക്ഷേ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്നത് വീതിച്ച് കിട്ടും, അല്ലാതെ അവിടെ ഒരു കാര്യവും നടക്കൂല. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ മകൻ്റെ ദശാംശം ശമ്പളത്തിലെ പങ്ക് കൊടുക്കണം, മറ്റേത് നമുക്ക് വേണ്ട. കാരണം ഇവിടെ ഉള്ള പ്രവൃത്തികൾ പോലും ചിന്നിച്ചെതറിപ്പോകും. അതുകൊണ്ട് കൈക്കൂലി വാങ്ങരുത്. ദയവ് ചെയ്ത് കൈക്കൂലി മേടിക്കുന്നതെന്നല്ല, പങ്കുവെച്ച് കിട്ടുന്നത് കയ്യിൽ മേടിക്കുന്നില്ല എങ്കിലും പങ്കുവെച്ച് കിട്ടുന്നതും കൈക്കൂലി തന്നെയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ മുഖം പാടി ഇറങ്ങിപ്പോയ ഒരു ചേട്ടൻ്റെ കാര്യം ഓർക്കണം. മകനെ ദൈവപ്രീതി മേടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നത്. പുറപ്പാട് 23:8 പറയുന്നു, കൈക്കൂലി വാങ്ങരുത്, അത് വിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അനീതിക്ക് കൂട്ടു നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ. ഈ അടുത്ത ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചു, എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി പ്രായമായി, ഒത്തിരി ഇരുത്തം വന്ന ശബ്ദം. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, വ്യക്തമായിട്ട് ഓർത്തു. പറഞ്ഞ്, ഇതാണ് എൻ്റെ മകൻ എന്നെ കൊല്ലാൻ വരുന്നു, എനിക്കെതിരെ ഭീഷണിയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്, പ്രായം ഒരുപാടായി, മകൻ്റെ കല്യാണം നടക്കുന്നില്ല. മറ്റവനും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൈക്കൂലിയിൽ മെത്ത വിരിച്ചിറങ്ങിയതെന്ന് പറഞ്ഞതുപോലെ കൊയ്ത് ഉണ്ടാക്കി അവസാനം കടന്ന് വലിഞ്ഞാണ് ചത്തത്. മരിക്കാറായപ്പോഴാണ് ഒന്ന് കുമ്പസാരിച്ചതുപോലും. പക്ഷേ കുമ്പസാരിച്ചാൽ മാത്രം മതിയോ? സക്കേവൂസ് പറഞ്ഞതുപോലെ ആരുടെയും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലേ, തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം. സക്കേവൂസ് ഈ കർത്താവിനോട് ഏറ്റുപറയും, എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു, അതിൻ്റെ വീഴ്ച ഇത്രയും നാൾ ഞാൻ അതിട്ട് മറിച്ചില്ലേ, അതിൻ്റെ കൂടെ ആയിരിക്കാം. സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. നമ്മളൊക്കെ ഈ നോയമ്പ് കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു ഈ അവസ്ഥയിൽ ഒന്ന് പരിചിന്തനം ചെയ്യുന്നത്,
നല്ലതാണ്. യഥാർത്ഥമായ ഒരു മാനസാന്തരം പരിത്യാഗം ഉണ്ടോ? അല്ലെങ്കിൽ ചോറും ഇറച്ചിയും മീനും മുട്ടയും ഉപേക്ഷിക്കുന്ന വെള്ളം പോലും ഇറക്കാതെ നടക്കുന്ന ഒരു ഉപവാസമാണോ? അതിനേക്കാൾ വലുത് അതിൻ്റെ അപ്പുറത്ത് അനീതി വഴി നേടിയത്, കൊള്ളപ്പലിശ വഴി നേടിയത് എല്ലാം ഇതാ നമുക്കെതിരെ ദൈവസന്നിധിയിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുക, ഒരു കുടുംബം മുഴുവൻ അവർ നീതിയായ വഴി കൂടി ജോലി ചെയ്തത് ഉണ്ടാക്കിയത് മുഴുവൻ കൊണ്ടുപോയി ഒരു അധികൃത സ്ഥാപനത്തിൽ, ബാങ്കിലാണ് ഇട്ടത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പലിശ പ്രതീക്ഷിച്ച് ബാങ്ക് മാനേജർ വഴി കൊള്ളപ്പലിശ കിട്ടുന്ന കണക്കില്ലാത്ത വകുപ്പിലേക്ക് തിരിച്ചു വിട്ടു. മൊത്തം പൈസ അവരുടെ മാത്രമല്ല, പേപ്പറിലൊക്കെ വന്നതാ, ഒത്തിരി പേരുടെ പൈസയുമായിട്ട് ഇയാൾ മുങ്ങിക്കളഞ്ഞു, കടന്നു കളഞ്ഞു. കോടികളാണ് പോയത്, കോടികൾ. മിണ്ടാൻ നിവൃത്തിയില്ല. കണക്കില്ലാത്ത പണം കണക്കിലൂടെ ഉണ്ടാക്കിയതാണ്, പക്ഷേ കണക്കിലൂടെ ഉണ്ടാക്കിയതും കണക്കില്ലാത്ത വഴി കൂടെ പോയി. ദശാംശം കൊടുക്കാതെ, നേർച്ച നിറവേറ്റാതെ, അല്ലെങ്കിൽ അതിമോഹം പ്രമാണിച്ച് വഴിവിട്ട വഴികളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. ഇങ്ങനെ സംഭവിക്കുന്ന പലരും ഉണ്ട്. എന്നെ പലരുമൊക്കെ ഇതുപോലെയൊക്കെ വിളിക്കുന്നുണ്ട്. നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള കെണികളിൽ കുരുങ്ങിക്കിടക്കുന്നവർ, കൊടുത്തതിൻ്റെ പേരിലും മേടിച്ചതിൻ്റെ പേരിലും കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇളവൊക്കെ ചെയ്ത് പരിഹാരം ചെയ്യാമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടാത്തത് തിരിച്ച് കിട്ടിയ സംഭവങ്ങൾ തന്നെ തൊട്ടടുത്ത നാളുകളിൽ പോലുമുണ്ട്. അത് ദൈവമേ തെറ്റ് പറ്റിപ്പോയി. പലർക്കും ബോധ്യമില്ല. പലിശയും കൈക്കൂലിയും കരിഞ്ചന്തയും കള്ളത്രാസൊക്കെ പറയും. അവർക്കൊരു തെറ്റാണെന്നുള്ള ബോധ്യമില്ല. ചെയ്ത് തഴക്കദോഷമായിപ്പോയി. ദൈവമേ തെറ്റ് പറ്റിപ്പോയി, കരുണ ഉണ്ടാകണമേ, നീതിയായിട്ടുള്ളതെങ്കിലും തിരിച്ചു കിട്ടണേ, അവർക്ക് കൊടുക്കണമേ, എനിക്കും കിട്ടിയാൽ കൊടുക്കാൻ ഇടവരണമേ, അല്ലാതെ ഞാൻ കൊടുക്കുകയില്ല എന്നല്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ നമ്മുടെ കടങ്ങൾ ഇളച്ചു തരും. അതുപോലെ നിറവേറ്റുകയും വേണം, പരിഹാരം ചെയ്യണം, പാവങ്ങൾക്കൊക്കെ കൊടുക്കണം, ദാനധർമ്മം ചെയ്യണം, സഭയോടുള്ള നമ്മുടെ കടമകളൊക്കെ നിറവേറ്റണം. വീണ്ടും ആമോസ് പ്രവചനത്തിൽ 5-ാം അധ്യായം 11-12 വാക്യത്തിൽ പറയുന്നുണ്ട്, ദരിദ്രനെ ചവിട്ടിയരക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതമ്പ് ഈടാക്കുകയും ചെയ്ത് നിങ്ങൾ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു, എന്നാൽ നിങ്ങൾ അതിൽ വസിക്കുകയില്ല. ചില വീടൊക്കെ ഇങ്ങനെ കിടക്കണ കണ്ടിട്ടുണ്ട്. ഇതാ അവകാശികളൊക്കെ പോയി, അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല, അതിൽ കിടക്കാൻ പറ്റുന്നില്ല. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, ഈ വീടിന് വല്ല കുഴപ്പമുണ്ടോ, പറമ്പിന് വല്ല കുഴപ്പമുണ്ടോ, ആദ്യം അതിന് ഉപയോഗിച്ച പണത്തിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആത്മകഥം ചെയ്ത് നോക്ക്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതെ, വിധവകളുടെ കണ്ണുനീർ വീണിട്ടുണ്ടോ, അല്ലെങ്കിൽ തട്ടിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ നേർച്ചകൾ നിറവേറ്റാതിരുന്നിട്ടുണ്ടോ, ദശാംശങ്ങൾ കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളം ദൈവത്തിന് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആദ്യത്തേത് പോയിട്ട് അവസാനത്തേത് പോലും ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്ത അത്ര തകർച്ചകളിലൂടെ കടന്നുപോയ കേസുകളൊക്കെ വന്നിട്ടുണ്ട്. ദൈവത്തോട് സഭാപ്രസംഗം 5 പറയുന്നുണ്ട്, നേർച്ച നേർന്നാൽ അത് നിറവേറ്റണം. അപ്പോൾ ഇവിടെ വീണ്ടും പറയുന്നു, ആമോസ് 5:11-12, എന്നാൽ നിങ്ങൾ അതിൽ വസിക്കുകയില്ല, മനോജ്ഞമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ടു വളർത്തുന്നു, എന്നാൽ അതിലെ വീഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല. അതിൻ്റെ വെള്ളം പോലും കിട്ടത്തില്ലെന്ന്. ഏതിൻ്റെ മുന്തിരി പോയിട്ട് അതിൻ്റെ വീഞ്ഞു പോലും കിട്ടത്തില്ല. നിങ്ങളുടെ അതിക്രമങ്ങൾ എത്രയെന്നും നിങ്ങളുടെ പാപങ്ങൾ എത്ര ഗൗരവമേറിയതെന്നും എനിക്കറിയാം. നിങ്ങൾ നീതിമാന്മാരെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും നിരാലംബർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരുടെ, നിരപരാധികളുടെ, വിധവകളുടെ കണ്ണുനീര് അമ്മേനെ ബാങ്കിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഡിപ്പോസിറ്റ് പുതുക്കാനാണെന്നും പറഞ്ഞ് പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചു. അവസാനമാണ് അറിയുന്നത് അമ്മയുടെ പേരിലുമില്ല പേപ്പറിലുമില്ല. അത് ഒരു അവകാശി ഒറ്റക്ക് എല്ലാം തട്ടിയെടുത്തു. എന്നിട്ട് ആ അവകാശികൾ ഈ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ തട്ടിയെടുക്കാൻ കൂട്ടുനിന്ന കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ചിന്നിച്ചെതറിയ അവസ്ഥ. സഹോദരങ്ങൾക്ക് കൊടുക്കാതെ സ്വന്തം കുടുംബത്തിൽ വീതിച്ചെടുത്തു കഴിഞ്ഞ് അവസാനം ഇതാ എവിടെ ഉപയോഗിച്ചോ അവിടെ ചിന്നിച്ചിതറുന്ന അവസ്ഥകൾ. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും അറിയാം. അതുകൊണ്ട് സുഭാഷിതം 11:1 പറയുന്നു, കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു, ന്യായമായ തൂക്കം അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഏത് മേഖലയിലായാലും, കഴിഞ്ഞ ദിവസം ഒരു കുടുംബം പറഞ്ഞ ഇതാണ്, കെട്ടിടത്തിൻ്റെ പണി കോൺട്രാക്റ്റ് കൊടുത്തിട്ട് എല്ലാം എഴുതിയും വാക്ക് കൊടുത്തും പ്രാർത്ഥിച്ചും തിരികത്തിച്ചും ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് അഡ്വാൻസ് മേടിച്ച് എല്ലാം ആരംഭിച്ചു. ഭയങ്കര സത്യസന്ധനാണെന്ന് വിചാരിച്ചു. പക്ഷേ കൊണ്ടുവന്നിറക്കിയ കമ്പി കംപ്ലീറ്റ് സെക്കൻഡ് ക്വാളിറ്റി, ഏറ്റവും വില കുറഞ്ഞത്. അവർ സമ്മതിച്ചില്ല അത് വെച്ച് പണിയാൻ.
അറിയാവുന്നവരായതുകൊണ്ട് ഇതാ കുറഞ്ഞ തരം തുരുമ്പ് കയറുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ കമ്പിയാണ് എല്ലാം പറഞ്ഞ് എഗ്രിമെൻറ്റിൽ പറയുന്ന പ്രകാരം ഇല്ല. വേറൊരു കുടുംബമൊക്കെയാണ് ഭർത്താവ് ഗൾഫിൽ പോയി ഭാര്യയും കൊച്ചും മാത്രമേ നാട്ടിലുള്ളൂ, ബന്ധത്തിൽപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ളവർ അല്ലേന്ന് ഓർത്തിട്ട് ആരും നോക്കിയില്ലെങ്കിലും നല്ലോണം ചെയ്യുമെന്നും പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. പക്ഷേ വീട് പണിതിട്ട് അതിൻ്റെ അകത്ത് ഗ്രാവലോ മെറ്റൽപ്പൊടിയോ എന്തെങ്കിലും അടിച്ച് തറ നിറക്കുന്നതിന് പകരം എവിടെയെന്നോ പൈലിംഗ് എടുത്ത് കളയുന്ന ചെളി കൊണ്ടുവന്ന് നിറയ്ക്കുകയാണ്. ഈ ഓണർ ആരോ പറഞ്ഞറിഞ്ഞ് ഓടി വന്നപ്പോഴാണ് തറയുടെ അകത്ത് മുഴുവൻ ചെളി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അനീതിയല്ലേ, ക്രൂരതയല്ലേ? ഇവിടെ വെച്ച് തന്നെ പിടിക്കപ്പെടുന്ന തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ലേ, വിശ്വാസവഞ്ചനയല്ലേ? ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് വന്നേക്കണേ ബ്രദറെ, എൻ്റെ കുടുംബത്തിലെ ഏറ്റവും സ്വന്തപ്പെട്ട ആൾക്കാരാണ്, എൻ്റെ വല്യമ്മച്ചിയുടെ മക്കളാണ്, എൻ്റെ കൂടപ്പിറപ്പങ്ങളാണെന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടാണ്, എൻ്റെ ഭർത്താവ് വിദേശത്താണ്, ഇനി എന്ത് ചെയ്യും? പിന്നെ സ്വന്തത്തിൽപ്പെട്ട അമ്മാവനെ ആരെയൊക്കെ ഇടപെടുത്തി ഉള്ളോടം വെച്ച് നിർത്തി അടുത്ത ആൾക്കാരെ ഏൽപ്പിച്ചു. അതൊരു മെനയാകുമോ? ഇതുപോലെ വിഷമിക്കുന്ന പലരും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മോളും കൂടെ ഇതുപോലെ യൂട്യൂബിലൂടെയുള്ള വചനം കേട്ടിട്ട് വീട് പണിയുടെ ഇതിനെക്കുറിച്ച് വചനം ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ബ്രദറെ ഞങ്ങളുടെ സംഭവമാണ് ബ്രദറോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ല. അല്ല ബ്രദറെ, ചതിച്ചിരിക്കുകയാണ്, അപ്പം മരിച്ചു പോയതാണ്, അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ, ലോണൊക്കെ എടുത്ത് വീട് പണിക്ക് വേണ്ടി കരാറ് പറഞ്ഞത് ഈ കൂടുതൽ മേടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇതാ ഇടനിലക്കാരൻ പരിചയപ്പെടുത്തിയവനും കമ്മീഷൻ അടിച്ചെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവർ തമ്മിൽ തെറ്റിയിട്ട് ഇപ്പോൾ വേറെ ആൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ ആളാണെന്നും പറഞ്ഞ് സഹായിക്കാൻ വന്നവൻ അപ്പനില്ലാത്ത കുടുംബത്തെ, വിധവയായ ഈ അമ്മയെയും അപ്പനില്ലാത്ത മകളെയും സഹായിക്കാനാന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മനസ്സിലായി സ്വന്തം കമ്മീഷൻ അടിക്കാൻ വേണ്ടിയുള്ള അവസ്ഥ. അതുപോലെ തന്നെ പണിയൊക്കെ പിടിച്ച ഒരുത്തൻ ആരോ കൂടോത്രം ചെയ്യുന്നു പറഞ്ഞിട്ട് പണിക്ക് പോകാൻ പറ്റുന്നില്ല, പണിക്ക് പോയാൽ തിരിച്ചു വരുന്നു. കാരണം എന്താ? അപ്പോഴാണ് പറയുന്നത്, ഒരു മുസ്ലിം സഹോദരങ്ങളുടെ വീട് പണി പിടിച്ചിട്ട് പൈസയും കൂടുതൽ മേടിച്ചു, അവർ പണി സാധനം മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അന്ന് തൊട്ട് ഇവൻ എവിടെ ഇറങ്ങിയാലും പണി സാധനങ്ങൾ വേറെ മേടിച്ചു, പണിയാൻ പറ്റുന്നത്. സ്വന്തം മനസാക്ഷിയുടെ പിടിയിൽ നിന്ന് ഇവന് രക്ഷപ്പെടാൻ പറ്റുമോ? കിടക്കാനുള്ള ഒരു കിടപ്പാടമാണ്. അപ്പം ഇതുപോലെ കിടപ്പാടത്തിൻ്റെ കാര്യത്തിലായാലും ഉപജീവനത്തിൻ്റെ മാർഗത്തിലായാലും ജോലിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാതിരിക്കുക, അതുപോലെ കൊള്ളപ്പലിശ മേടിക്കുക, മാനസിക രോഗികളായ ഒരു വ്യക്തിയായിട്ട് വസ്തുടപാടിന് വന്നിട്ട് അവസാനം രജിസ്ട്രേഷൻ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ മറച്ചു വെക്കാൻ പറ്റാതെ വന്നപ്പോൾ അവരെ കുത്തിപ്പിഴിഞ്ഞ് മേടിച്ച സംഭവം, അവരെ ഭീഷണിപ്പെടുത്തി മേടിച്ച സംഭവം, അവരെ ആളൊക്കെ മരിച്ചുപോയി. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ക്രൂരതകൾ ദൈവം ക്ഷമിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം വരും. പിന്നെ മറച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് വചനം ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇതാ നിയമാവർത്തനം 16:19 പറയുന്നത്, നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്, നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. എന്തെന്നാൽ കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും പുറപ്പാട് 22:25, നിന്നോട് വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രനായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത്, അവരിൽ നിന്ന് പലിശ ഈടാക്കരുത്. ഒരു ഭാഗമുണ്ട് ഇങ്ങനെ, ഇന്നിപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഇന്നലെ ഈ ദിവസങ്ങളിലൊക്കെ കടത്തിനെക്കുറിച്ച് സാമ്പത്തികത്തിനെക്കുറിച്ചുള്ള വചനങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് മെസ്സേജിന്. വിളിക്കണ്ടെന്നല്ല പറയുന്നത്, നമുക്ക് കൊടുക്കാൻ പറ്റുമോയെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ കടം മേടിക്കാൻ. ദൈവം തരുമെന്നും പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മേടിച്ച് കൂട്ടി ഇപ്പോൾ കൊടുക്കാനും വയ്യ, മേടിക്കാനും വയ്യ. പുതിയ ഇന്ന് ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞതാ, അപ്പോൾ ഒരു സ്ഥലത്ത് കടം ചോദിച്ചിട്ടുണ്ട്, കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കില്ല, ഇപ്പം തന്നെ മേടിച്ചവർക്ക് ആർക്കും അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് വരവി കവിഞ്ഞ ചെലവിൽ ജീവിക്കുന്നവർ, ഒരു കടം തീർക്കാൻ 3 മേടിച്ച് 8 രൂപ പലിശക്ക് മേടിച്ച്, പിന്നെ 10 മേടിച്ച്, 12 മേടിച്ച്. ഞാൻ ചോദിച്ചു, വീടിൻ്റെ മുമ്പിൽ കഞ്ഞി വെക്കാൻ വേണ്ടി? അവരുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട്, വന്നിരുന്ന് മറ്റേ പൈസ കൊടുത്തവർ കഞ്ഞി വെക്കും. ഓപ്പറേഷൻ കുബേര വന്നാലും എന്ത് വന്നാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്നവരാ. കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തിട്ട് ഊറ്റിയെടുക്കാൻ നടക്കുന്നവരും, അതുപോലെ തന്നെ കയ്യിലുള്ളത് മുഴുവൻ ഊറ്റി മേടിച്ചിട്ട് എങ്ങനെ കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയാൽ തരാൻ മനസ്സില്ല എന്ന് പറയുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം അനീതിയും പക്ഷപാതവുമാണ്. അങ്ങനെയുള്ള
കാര്യങ്ങളെല്ലാം മാറ്റം വരുത്തണം. ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും തന്നെ സംരക്ഷിക്കാൻ അവന് വകയില്ലാതാവുകയും ചെയ്യുന്നെങ്കിൽ നീ അവനെ സംരക്ഷിക്കണം. അവൻ അന്യനെ പോലെയോ പരദേശിയെ പോലെയോ നിന്നോടുകൂടെ വസിക്കട്ടെ. പരദേശിയും വിധവയൊക്കെ ദൈവത്തിന് പ്രത്യേകം കരുണയുള്ളൊരു വിഭാഗം. അവനിൽ നിന്ന് പലിശയോ ആദായമോ വാങ്ങരുത്. അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, കൊള്ളപ്പലിശക്കൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ളതെങ്കിലും അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദൈവകൽപ്പനകൾ ഓർക്ക്. പലിശയൊക്കെ വെട്ടിച്ചുരുക്കി കൊടുക്ക്, മുതലെങ്കിലും മേടിച്ച് അവസാനിപ്പിക്ക്. ഇതാ, പലിശയോ ആദായമോ വാങ്ങരുത്, ദൈവത്തെ ഭയപ്പെടുക. നിന്റെ സഹോദരൻ നിൻ്റെ കൂടെ വസിക്കട്ടെ, നീ അവന് പണം പലിശയ്ക്ക് കൊടുക്കരുത്. നിൻ്റെ ആഹാരം അവന് ലാഭത്തിന് വിൽക്കുകയും അരുത്. ലേവ്യർ 25:35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. സുഭാഷിതം 15:27 പറയുന്നുണ്ട് വീണ്ടും ഇതിനെക്കുറിച്ച്, നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു, കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും. അപ്പോൾ ഇതെല്ലാം സുഭാഷിതം 15:27, സുഭാഷിതം 11:1, പുറപ്പാട് 23:8, നിയമാവർത്തനം 16:19, ജോബ് 15:34, ലേവ്യർ 26:35 മുതൽ 37 വരെ, പുറപ്പാട് 22:25, സങ്കീർത്തനം 15:1, 5, സുഭാഷിതം 28:8, 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9, 10. ഇങ്ങനെ ഇതിലെല്ലാം പറയുന്ന ഇതാണ്, അനീതി വഴി നേടുന്ന, കൈക്കൂലി വഴി പലിശ വഴി നേടുന്നതും പലിശക്ക് എടുക്കുന്നതും പാപമാണ്, കൈക്കൂലി മേടിക്കുന്നതും കൊടുക്കുന്നതും പാപം. അതുകൊണ്ട് അനുദപിച്ച് പ്രാർത്ഥിക്കാൻ. ഈ നോയമ്പ് കാലത്തെങ്കിലും ഇങ്ങനെയുള്ള അനീതി നിറഞ്ഞ നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞിങ്ങനെ ചൂഴ്ന്നു കൊണ്ടിരിക്കുന്ന, അമ്പ് തറയുന്ന പോലെ തറഞ്ഞിരിക്കുന്ന പണങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ? ഇന്ന് കുടുംബത്തിൽ സമാധാനം ഇല്ലേ? കൈക്കൂലിയും അനീതിപരമായ നേട്ടം വഴി തലമുറകളിൽ പാരമ്പര്യത്തിൽ വന്ന, ഞാനോർക്കാണ് ഒരു കല്യാണം നടക്കുന്നില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തയ്യൽ മെഷീൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ഇതാണ്, ആദ്യം ഒന്നുമില്ലെന്ന് പറഞ്ഞു, പിന്നെ ഓർത്ത് കല്യാണം നടക്കുന്നില്ല, തടസ്സമാണ്, എന്തോരം വന്നിട്ട് നടക്കുന്നില്ല. അപ്പോൾ പറഞ്ഞ ഇതാണ്, അപ്പാപ്പനൊരു വാശിക്കാരനായിരുന്നു, പെങ്ങൾക്ക് കൊടുത്ത പൈസ കിട്ടാത്തതിന് തയ്യൽ മെഷീൻ എടുത്തുകൊണ്ട് അവർ ഉപജീവനം നടത്തിയിരുന്ന അവിടെ തയ്യൽ മെഷീൻ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ട്. ഇപ്പോൾ കർത്താവ് വർഷങ്ങളായിട്ടുള്ള നമുക്കറിയില്ല, ആദ്യമായിട്ട് വന്നവരാണ്. പക്ഷേ ഈശോ കറക്റ്റ് കാര്യം ഇങ്ങനെ വെളിപ്പെടുത്തി തരിക. അപ്പോൾ പ്രാർത്ഥിച്ച് നോക്കാൻ വേണ്ടി ഇത് കേട്ട് കഴിയുമ്പോൾ എന്നാൽ പോയെന്ന് നമുക്ക് തന്നെ അറിയാം പല കാര്യങ്ങളും. പിന്നെ കൗൺസിലിങ്ങിനും ദർശനത്തിനും കിടന്ന് ഓടണ്ട, പരിഹാരം ചെയ്ത് മാറ്റം വരുത്തി ജീവിച്ചാൽ മതി. പ്രാർത്ഥിച്ച് നോക്ക്. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് രഹസ്യത്തിൽ അനുഭവിക്കാം, കൊടുത്തില്ലേ കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് വരുന്നവരും ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ഫോണിൽ കൂടെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ച് നോക്ക്. കൗൺസിലിങ്ങിന് വന്നിട്ട് പ്രാർത്ഥിച്ചാൽ വല്ലതും കിട്ടുന്നുണ്ടോ? കിട്ടാനുണ്ട്, അത് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ആരെയും വിഷമിപ്പിക്കാനല്ല, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ, ദൈവവചന ഇരുതല വാളാണ് നമ്മുടെ കുടുംബത്തിൽ അനീതിപരമായിട്ട് വന്നിട്ടുള്ള. സകറിയ 5:3-4 പറയുന്ന വാക്യങ്ങൾ, കള്ളൻ്റെയും കൊള്ളക്കാരൻ്റെയും വീട്ടിലേക്ക് ശാപത്തിൻ്റെ ചുരുൾ കടന്നു വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അനുദപിച്ച് നീട്ടിക്കൊണ്ട് പോകാതെ പരിഹാരം ചെയ്യേണ്ടത് പരിഹാരം ചെയ്യുക. നിരപരാധിയുടെ കണ്ണുനീര് നമ്മുടെ കുടുംബത്തിൽ വീണിട്ടുണ്ടോ എന്നൊന്ന് ആത്മശോധന ചെയ്ത് നോക്കാം. അത് നമ്മൾ വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിനെയും കൂടി ചൂഴ്ന്നുകൊണ്ടുപോകുന്ന അവസ്ഥയാണോ? ഇതാ പണത്തിന് മീതെ പരുന്തും പറക്കൂലെന്നും പറഞ്ഞ് എങ്ങനെയും പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പണം ഉണ്ടായി കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. പക്ഷേ ഇന്ന് കണ്ടുവരുന്ന ഇതാണ്, പണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അവസ്ഥ. പണം ഉണ്ടായി, അവസാനം ഉണ്ടായ പണം അവർക്ക് കെണിയായി തീരുന്ന അവസ്ഥകൾ. അതുകൊണ്ട് ദൈവമേ, ഞങ്ങളുടെ സമ്പത്തിനെ, ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ, ഞങ്ങളുടെ ഭൂമിയെ എല്ലാം വിശദീകരിക്കണം. യേശുവിൻ്റെ തിരത്തം കൊണ്ട് കഴുകി കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും നീതിബോധം, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നൽകി യേശുവിൻ്റെ തിരത്തം കൊണ്ട് കഴുകി മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. അനീതി, കൈക്കൂലി, കരിഞ്ചന്ത, കള്ളത്രാസ് എല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നീക്കണമേ. യേശുവിൻ്റെ തിരത്തം കൊണ്ട് കഴുകി പരിഹാരം ചെയ്ത് പശ്ചാത്തപിച്ച് ഉള്ള ഒരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ കുടുംബത്തെ ഓരോ മൺതരികളെയും കുടുംബാംഗങ്ങളെയും കഴുകണമേ. കർത്താവെ, ഇവിടെ അർഹതപ്പെടാത്ത പലതും ഞങ്ങളുടെ എല്ലാം കുടുംബങ്ങളിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ പറയുന്നു, അവർ
അവരത് ചെയ്യുന്നു, ഇവരിത് ചെയ്യുന്നു, അവർ കൂടോത്രം ചെയ്യുന്നു, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ യഥാർത്ഥമായിട്ട് സാത്താൻ കയറാൻ ഒരുക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ സാത്താന് കയറാനുള്ള അവകാശപ്പെട്ട സമ്പത്ത് അല്ലെങ്കിൽ പിടിച്ചു പറിച്ചത്, മോട്ടിച്ചത്, വിട്ടുകൊടുക്കാത്തതെല്ലാം ഞങ്ങൾക്കെതിരെ എതിർ സാക്ഷ്യങ്ങളായിട്ട് ജീവൻ പോലും വിട്ടുപോകാതെ കിടക്കുന്ന അവസ്ഥകളുണ്ട്. കടന്ന് വലിയുന്നു, എന്നിട്ടും തിരിച്ചറിയുന്നില്ല, മാനസാന്തരമില്ല. അടുത്ത തലമുറകളിലേക്ക് പോകുമ്പോൾ അവിടെയും അതവിടെ കിടന്ന് ചുഴറ്റി അടിക്കുന്ന അവസ്ഥ. ദൈവമേ കരുണ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മയുടെ തൃപാദം വഴി സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും വിശുദ്ധീകരിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.